ഡാമിലേക്ക് പോവാം പോരി. ഈ നാണത്തിൽ ഉറങ്ങണതാണ് നമ്മുടെ ചെങ്ങായി. ഓനാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇത് ഹുസാമ. ആള് ലൈറ്റ് ആണെങ്കിലും പേര് ഹെവിയാ. ഇത് കണ്ടപ്പോൾ നാട്ടിലെ കല്യാണപ്പരയിൽ ഡോർ ഇറക്കണതാണ് എനിക്ക് ഓർമ്മ വന്നത്. ഉണ്ണാനേ ഈ യന്ത്രത്തിന് ഇങ്ങനെ ഒരു ഗുണം ഉണ്ടായിരുന്നു. വാപ്പി റെയിൽവേ സ്റ്റേഷനിലെ നഗരാണിത്. കാഷ്നോ ഇവിടെ. ഭക്ഷണം മുന്നിൽ വന്നാൽ മാത്രം ചിരിക്കണ ആകെ ഒരു മുഖമാണിത്. വാപ്പിന്നേരം ഓട്ടോ പിടിച്ചാൽ നേരെ ഡമ്മാനി കയറാം. പോർച്ചുഗീസ് സ്ട്രീറ്റ് ആണ് ഇതൊക്കെ. നിങ്ങളൊരു ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട നല്ല നല്ല ഫ്രെയിം ഒക്കെ ഇവിടെ കിട്ടും. മോത്തിദമൻ ബോം ജീസസ് ചർച്ചാണിത്. ഉള്ളിക്ക് പോരി. മോത്തിദമ്മൻ ഫോർട്ടാണിത്. ഇന്നലെ ഇന്ത്യൻ പ്രസിഡന്റ് വന്നതുകൊണ്ട് അലങ്കാരപ്പെടുത്തിയതാണിത്. ഞമ്മക്കുള്ള വരവേൽപ്പായി കണ്ട് ഏതോ ഒരു അമ്മായി കയറി വരുന്നുണ്ടായിരുന്നു. അയ്യോ ഇത് നമ്മുടെ ഒപ്പം എന്താ പെട്ടെന്ന് പൊത്തുന്ന ഒരൊച്ച നത്താന്ന് കയറി നോക്കിയതാ. നോക്കുമ്പോ പോത്താർന്ന്. ക്രിയേറ്റിവിറ്റി ഉള്ള പിള്ളേർ വന്നു പോയ സ്ഥലമാണ് ഇത്. ലൈറ്റ് ഹൗസ്. ഇവിടുന്ന് ഒന്ന് എത്തി നോക്കിയാ നാനിടമ്മൻ കാണാം. ഒരു വെയിലത്ത് നടന്ന് ചിറിയില്ലെന്നാണിത്. ഇവിടെ 5-5 മിനിറ്റിൽ ബസ്സല്ല ഫ്ലൈറ്റാ. തളരാതെ വെലിഞ്ഞങ്ങൾ നടക്കുക. അപ്പൊ നമ്മൾ മോട്ടിജെട്ടി എത്തി. പുതിയ ബ്രാൻഡ് അല്ല സ്ഥല. ഒരൊറ്റ ഫ്രെയിമിൽ 3 മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ കണ്ടത് ഇവിടെയാ. ഓളാണെങ്കിൽ ഫുഡ് കാണാതെ ചിരിക്കുന്നത് ഇപ്പളാ. ഇതാണ് ഇവിടുത്തെ ഒരു ബീച്ച്. ഇവിടെ കുറെ ആക്ടിവിറ്റികൾ ചെയ്യാണ്ട്. 400 ഓനോടിക്കും. എന്നാലും നമ്മൾ 400 കൊടുക്കണം. ഓനെന്തായാലും ഓളെ കൊണ്ട് ആ വഴി പോയി. 200 400 100. പെട്ടെന്ന് ജീവിതത്തിലൊരു ഉയർച്ചയായിരുന്നു. സസ്പെൻഷൻ വല്ലാണ്ട് കമ്മിയായതുകൊണ്ട് നടുവിന് വല്ലാണ്ട് ത്രില്ലായിരുന്നു. ഫ്ലൈറ്റ് പോലെ പൊങ്ങും താഴും ചെയ്യുമ്പോൾ മാത്രം ഭയങ്കര ഒരു കളല. റിഫ്രഷ് ആയി കഴിഞ്ഞാൽ കാഷ്യസ് ദേവടെ കാഷ്നോ ദേവടെ. പൂച്ചെടിയിലെല്ലാം ചതച്ചരച്ച് ചേട്ടൻ ബെയിലുണ്ടാക്കി തന്ന്. വെള്ളം കിട്ടാതെ നടന്ന് ക്ഷണിച്ചപ്പോൾ ഏതോ ഒരു ഏട്ടൻ ഞങ്ങൾക്ക് നാരങ്ങ വെള്ളം തന്ന്. നല്ല ഏട്ടൻ. ഇത് ഇവിടുത്തെ ശിവ സ്റ്റാച്യു. ഇതാണ് നാനീതമ്മൻ. തമിഴ്നാട് മച്ചാന്റെ കടണ്ട് ഇവിടെ. ശേഖരേട്ടന്റെ നല്ല മസാല ദോശയും നല്ല വർത്താനവും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴാണ് ലഡുവിനെ കിട്ടുന്നത്. ഓനി അറ്റ്മോസ്ഫിയർക്ക് തൂക്കിയേറിയതാണ് ലഡു. ചെക്കൻ കിടിലാണ്. ഓന്റെ പ്രൊഡ്യൂസേഴ്സിനെ തപ്പിയപ്പോഴാണ് ഒരു എൻ്റയർ ഫാമിലിനെ കണ്ടുപിട്ടി. കിടില്ല ഫാമിലി. ഗുജറാത്തിലെ കഷായം കൂടി ലീഗലായതുകൊണ്ട് ഫാമിലി ആയിട്ട് 2 അടിച്ചിരിക്കാൻ വന്നതാണ്. ഒരു കുറേ നേരം ഞങ്ങളോട് വർത്താനം പറഞ്ഞതിന് ശേഷം ഒരു പോയി. ബീച്ചിൽ കുറച്ച് നേരം ഇറങ്ങി നടന്ന് പിന്നെ മാർക്കറ്റിൽ കയറി. യൂണിയൻ ടെറിട്ടറി ആയതുകൊണ്ട് ഗുജറാത്തുകാരുടെ കഷായക്കട അതാണ്. രാത്രിയായ ഇവിടെ എല്ലാ കടയും ഓണാ. ഇതാണ് ദുബായ് മാർക്കറ്റ്. 20 ഉറുപ്പ്യ കൊടുത്ത് നിങ്ങൾക്ക് വാപ്പി റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് റെസ്റ്റ് എടുക്കാം. ശരി ട്ടോ.